ഇതാ കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ ഞങ്ങളുടെ ബി.എഡ് ലൈഫിലെ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ വലിയൊരു കടമ ഇങ്ങ് എത്തിപ്പെട്ടു. കുറെ ലെസൺ പ്ലാനും അതും ഇതും ഒക്കെ എഴുതി എഴുതി ക്ഷീണിച്ചിരിക്കുമ്പോഴാ എന്നാ ഒന്ന് അടുത്തുള്ള കടയിൽ പോയാലോ എന്നൊരു ചിന്ത. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു കട കണ്ടുപിടിച്ചു. സ്കൂളിന്റെ അടുത്ത് തന്നെ. കടയിലാണെങ്കിൽ ചെന്നപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടേ. അപ്പൊ ഫർസൂനാണെങ്കിൽ സർബത്ത് നിർബന്ധം. പിന്നെ കയ്യിലുണ്ടായിരുന്ന 10 രൂപയും കൊടുത്ത് ഒരു 10 രൂപയുടെ ലേസ് ഇങ്ങി വാങ്ങി. ആകെപ്പാടെ 10 രൂപയുടെ ഒരു ലേസും ഉണ്ട്, 4-5 പേരും ഉണ്ട്. പൊട്ടിച്ചതും അത് കാലിയാവുന്നത് നമ്മൾ അറിഞ്ഞതേ ഇല്ല മക്കളെ. അങ്ങനെ ഓരോന്നോരോന്നെടുത്ത് എല്ലാവരും അങ്ങ് കഴിച്ചു. പെട്ടെന്ന് അങ്ങ് വീഴുകയും ചെയ്തു. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങനെ ലെസൺ പ്ലാൻ എഴുതും, എങ്ങനെ ടീച്ചിങ് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെ പല പലതുമായി.